Hello, good afternoon. Good afternoon, ma'am. Afternoon, ma'am. Good afternoon. ഞാൻ ഷരീന മിസ്സിന്റെ പകരം വന്നത്. ഷെറീന എന്നാണ് എന്റെ പേര്. Okay, ma'am. ഓക്കെ. Ma'am. ഇവിടെ ഞാനിപ്പോ ഇന്ന് എടുക്കണത് ചാപ്റ്റർ 13 വെന്റിലേറ്റർ എന്ന പാഠം. ഓക്കെ. തുടങ്ങാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇത്രയും ഒരുപാട് പേര് ഇതിലുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മള് പതുക്കെ പതുക്കെ നമുക്ക് പരിചയപ്പെടാം. ഒറ്റയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടാൻ ഓർമ്മയിൽ നിൽക്കുകയില്ല. ഓക്കെ. Okay, ma'am. ശരി, എന്തെങ്കിലും സ്പീഡ് കൂടുന്നുണ്ട്, ഞാൻ പറയണത് സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവണില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടാ. Yes, ma'am. ഓക്കെ ഓക്കെ. Okay. Chapter 30, ventilator. Introduction. A medical ventilator is an equipment that assists the lungs work. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when can't breathe at all. A ventilator helps to pump air in and out of the lungs, so the body can get the oxygen it requires. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. Okay. ഇൻട്രഡക്ഷൻ എന്താ? നമുക്ക് വെന്റിലേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയ ഒരു ഭാഗമാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെ വെന്റിലേറ്റർ എന്താന്നുള്ളത് നമുക്ക് ഒരു വിധമൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഏകദേശം എല്ലാവർക്കും ഇപ്പൊ ഓൾമോസ്റ്റ് വെന്റിലേറ്റർ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മള് അതിന്റെ വെന്റിലേറ്ററിൽ എന്താണ് വെന്റിലേറ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് പറയണത്. എ മെഡിക്കൽ വെന്റിലേറ്റർ ഇസ് എൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. മെഡിക്കൽ വെന്റിലേറ്റർ എന്നത് ഒരു എക്യുപ്മെന്റ് ആണ്. എന്തിനുള്ള എക്യുപ്മെന്റാ? ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. അത് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ അസിസ്റ്റ് ചെയ്യണ ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ if the patient is in a condition that makes it hard to breathe properly or when can't breathe at all. എന്നുവെച്ചാല് വെന്റിലേറ്റർ എന്നത് എന്താ? നമ്മുടെ ലങ്സിന് ശ്വാസം കൊടുക്കണ ഒരു അസിസ്റ്റ് ചെയ്യണം. അതിന്റെ ജോലി മെയിൻ ആയിട്ട് എന്താ? നമ്മുടെ ലങ്സിന് ശ്വാസം കൊടുക്കുക, ബ്രീത്ത് കൊടുക്കുക എന്നതാണ് വെന്റിലേറ്ററിന്റെ മെയിൻ ജോലി. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ. ഇത് നമ്മളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു മെഷീനാണ്. Yes. Okay. എന്താണ് വെന്റിലേറ്റർ? വെന്റിലേറ്റർ ഈസ് എ, വേറെ ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പറയണത് മനസ്സിലാവണ്ട? ഹലോ, പറയണത് മനസ്സിലാവണ്ട? ഓക്കെ ഓക്കെ. എന്റെ പേര് ഷെറീന. സോറി ട്ടാ, ഞാൻ ഫസ്റ്റ് പേര് പറഞ്ഞില്ല. എന്റെ പേര് ഷെറീന എന്നാണ്. ഷെറീന. ഓക്കെ, ഷെറീന എന്നാണ് എന്റെ പേര്. ഇനി വേറെ സ്ഥലം ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ, നോർത്ത് പറവൂര്. നോർത്ത് പറവൂരിൽ നിന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടാ? നോർത്ത് പറവൂര്? പറവൂര് മാഞ്ഞാലി, അവിടെയാണ് എന്റെ വീട്. പേര് ഷെറീന. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ 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 നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? വെന്റിലേറ്റർ എന്നത്, മെഡിക്കൽ വെന്റിലേറ്റർ എന്നത് എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ലങ്സിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യണ ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ. ഇതെന്താ? ലൈഫ് സേവ് ചെയ്യണ ഒരു മെഷീനാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് സേവ് ചെയ്യണത്? ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ, ഏത് കണ്ടീഷനിലുള്ള പേഷ്യന്റ് ആണെങ്കിലും, ദാറ്റ് മേക്ക് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി when can breathe at all. എന്ന് വെച്ചാൽ എന്താ?
നമുക്ക് ശ്വാസം ഉപയോഗിക്കുന്ന സമയത്തും ശ്വാസം കിട്ടാത്ത സമയത്തും പ്രോപ്പർലി ആയിട്ട് നമുക്ക് ഒരു ശ്വാസം കിട്ടണത് എവിടെന്നാ? വെന്റിലേറ്ററിൽ നിന്നാ കിട്ടണത്. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഒന്നുകൂടി. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ലങ്സിന്റെ വർക്ക്, നമ്മുടെ ശ്വാസകോശത്തിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യണ ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ. ഇതെങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യണേ? ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓർ വെൻ കനോട്ട് ബ്രീത്ത് അറ്റ് ഓൾ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾക്ക് ശ്വാസം കിട്ടണ അവസ്ഥയിൽ, ഇപ്പൊ നമ്മള് കനോട്ട് ശ്വാസം എന്ന് വെച്ചാൽ ബ്രീത്ത് എന്താ? ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾക്ക് ബ്രീത്ത്, നമുക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് വെന്റിലേറ്റർ വഴി ശ്വാസം കിട്ടും. അതാണ് വെന്റിലേറ്ററിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. എന്താ? നമുക്ക് ശ്വാസം കിട്ടരാന്നുള്ളത്, ബ്രീത്ത് ചെയ്യാനുള്ളതാണ്. ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി. സാധാരണ ലെവലിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റണില്ല, ബ്രീത്ത് നമുക്ക് സാധാരണ ലെവലിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ശ്വാസം തരിക എന്നതാണ് വെന്റിലേറ്റർ മെഷീൻ ചെയ്യുന്നത്. അതുമൂലം നമുക്ക് എന്താ പറ്റണേ? ലൈഫ് സേവിംഗ് മെഷീൻ. നമ്മുടെ ജീവിതം ലൈഫ് നമ്മുടെ ലൈഫ് സേവിംഗ് മെഷീൻ സേവ് ചെയ്യാണ്. നമ്മുടെ ലൈഫ് സേവ് ചെയ്തുകൊണ്ടാണ് വെന്റിലേറ്റർ നമ്മൾക്ക് ശ്വാസം നമുക്ക് തരുമ്പോ നമ്മുടെ ലൈഫ് സേവ് ചെയ്യാണ്. എ വെന്റിലേറ്റർ ഹെൽപ്സ് ടു pump air in and out of the lungs so the body can get the oxygen it requires. എന്താ? A ventilator helps to pump. വെന്റിലേറ്ററിന്റെ എന്താണ് വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യണത്? ടു പമ്പ് എയർ, എയർ പമ്പ് ചെയ്യണം. എവിടക്ക? ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. ഇൻ ആൻഡ് ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ ചാപ്റ്റർ 13 വെന്റിലേറ്റർ ആണെന്ന്. 13 എന്ന് വെച്ചാ നോ 13. ചാപ്റ്റർ 13 വെന്റിലേറ്റർ എന്ന ചാപ്റ്റർ ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 13 കിടക്കണതല്ലേ വെന്റിലേറ്റർ എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതില് സ്ക്രീനിൽ കാണിക്കണത് കാണില്ലേ നിങ്ങൾക്ക്? ഓരോരുത്തർക്കും എന്നാ വേറെ പേജിലായിരിക്കും. ചിലവർക്ക് 13 ചിലർക്ക് 30 ആണോ? ICU ആണ് 13. ഓക്കെ. അപ്പൊ അതേ ഇതില് ചാപ്റ്റർ 13 വെന്റിലേറ്ററിന് കിടക്കണ കണ്ട? ഈ ചാപ്റ്റർ എടുത്തോ നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കിടക്കണത് 13 ആയിരിക്കും. ഇതില് 13 ആണ് കിടക്കണത്. 30 ഉള്ളവര് ഇപ്പൊ എന്തായാലും പോർഷൻസ് ഇത് തന്നെയല്ലേ? വെന്റിലേറ്റർ ഇൻട്രഡക്ഷൻ ഒക്കെ ഇതല്ലേ? അതിൽ വല്ല വ്യത്യാസം ഉണ്ടാ? ഞാൻ ഈ വായിച്ച ഇൻട്രഡക്ഷനില് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ നിങ്ങളുടെ PDF-ല്? ഓക്കെ. നോ ചേഞ്ച്. ഓക്കെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ പാഠം ഇതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഉള്ള PDF നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഇത് നോക്കിയാൽ മതി. അപ്പൊ ഒന്നും കൂടി പറയാം. ചാപ്റ്റർ 13 വെന്റിലേറ്റർ. ഓക്കെ, നിങ്ങളുടെ 30 ആണെങ്കിൽ 30. ഇൻട്രഡക്ഷൻ ഒന്നും കൂടി പറയാം. എന്താണ് വെന്റിലേറ്റർ എന്നാ പറയണത്? മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ്. എന്തിനുള്ള എക്യുപ്മെന്റാ? ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. നമ്മുടെ ലങ്സ് വർക്ക് ചെയ്യണ അസിസ്റ്റന്റിനുള്ള ഉപകരണമാണ് മെഡിക്കൽ വെന്റിലേറ്റർ. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. ഇത് നമ്മുടെ ശരീരം ലൈഫ് സേവ് ചെയ്യുന്നു. എങ്ങനെ? പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ
that makes it hard to breathe properly or when cannot breathe at all. എന്നാലെന്താ, പേഷ്യന്റ് ഏത് കണ്ടീഷനുള്ള പേഷ്യന്റ് ആണെങ്കിലും ആ പേഷ്യന്റിന് ഹാർഡ് ടു ബ്രീത്ത്, എത്ര ബുദ്ധിമുട്ടാണ് അവർക്ക് ശ്വാസം എടുക്കാൻ, എത്ര ബുദ്ധിമുട്ടായാലും ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആ പേഷ്യന്റിനെ ലൈഫ് സേവ് ചെയ്യണ മെഷീനാണ് വെന്റിലേറ്റർ. ഓക്കെ, ഇത്ര മനസ്സിലായ? അപ്പൊ എങ്ങനെയാണ് ലൈഫ് സേവ് ചെയ്യണമെന്ന് നോക്കാം. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. എന്താ, വെന്റിലേറ്റർ അവർക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യണേ? ടു പമ്പ് എയർ, എയർ പമ്പ് ചെയ്യും. എവിടക്ക? ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ റിക്വയർസ്. നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ആവശ്യമുള്ള, നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് ഉള്ളിടത്തേക്ക് ലങ്സിൽ എന്ത് ചെയ്യും? ലങ്സിന്റെ ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലും പുറത്തും എന്ത് ചെയ്യും? പമ്പ് ചെയ്യും. പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ദ ലങ്സ് സോ ദ ബോഡി ഗെറ്റ് ഓക്സിജൻ ഇറ്റ് റിക്വയർസ്. നമ്മുടെ ശരീരത്തിന്റെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ അതുവഴി കിട്ടും. ഇത്രയും മനസ്സിലായ? ഹലോ, ഓക്കെ. അടുത്ത വരി നോക്കിയേ. ദ പേഷ്യന്റ് മേ, ഓക്കെ, അടുത്ത ലൈൻ നോക്കാം. ദ പേഷ്യന്റ് മേ വെയർ എ ബിഫിറ്റിംഗ് മാസ്ക് ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. നമ്മളിപ്പോ പറഞ്ഞ് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നു. ഈ എയർ പമ്പ് ചെയ്യുമ്പോ ലങ്സിലെ, നമ്മുടെ ശരീരത്തിലുള്ള ബോഡിയിലോട്ട് എയർ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലങ്സിന്റെ ഇൻ ആൻഡ് ഔട്ടിലേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ശ്വാസം കിട്ടും. ഈ ശ്വാസം കിട്ടുമ്പോ നമ്മൾക്ക് ഓക്സിജൻ, നമ്മുടെ ആവശ്യമുള്ളിടത്തൊക്കെ ഓക്സിജൻ ലഭിക്കുകയാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ ഈ പേഷ്യന്റിനെ എങ്ങനെ ഇത് കിട്ടാനായിട്ട് നമ്മൾ പേഷ്യന്റിനെ ധരിപ്പിക്കണം. എന്ത് ധരിപ്പിക്കണം? വേറെ ബിഫിറ്റിംഗ് മാസ്ക്, മാസ്ക് ഇടണം. മനസ്സിലായ? ബിഫിറ്റിംഗ് മാസ്ക്. അതെന്തിനാ മാസ്ക് ഇടുന്നത്? ടു ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. ലങ്സിലേക്ക് ഓക്സിജൻ കറക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ മാസ്ക് ഇടണം. അതാണ് പേഷ്യന്റിനെ ടു വെയർ, പേഷ്യന്റിനെ വെയർ ചെയ്യണം. എന്തിനാ? ബിഫിറ്റിംഗ് മാസ്ക്, മാസ്ക് ഫിറ്റ് ചെയ്യണം. എന്തിനാ? ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ലങ്സിലോട്ട് ഓക്സിജൻ ലഭിക്കാനായിട്ട് ഫിറ്റ് ചെയ്യണം, മാസ്ക് ഫിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഓർ അല്ലെങ്കിൽ, ഇഫ് ദ പേഷ്യന്റ്സ് കണ്ടീഷൻ ഈസ് മോർ ക്രിട്ടിക്കൽ, ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ to the throat to supply lungs with oxygen. അതെന്താ? അല്ലെങ്കിൽ മാസ്ക് ഇടണം. അതൊരു കാര്യമാണ് പറഞ്ഞത്. പ്രധാനമായിട്ട് ഇതിൽ ഓക്സിജൻ നമുക്ക് ലങ്സിലോട്ട് കിട്ടണമെങ്കിൽ മാസ്ക് ഇടണം. അല്ലെങ്കിൽ ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആണ്, മോർ ക്രിട്ടിക്കൽ, ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ്. എന്നാ ബ്രീത്തിങ് ട്യൂബ് എന്ന് വെച്ചാൽ ശ്വസന ട്യൂബ് പ്രസ്ഡ് ഡൗൺ, അമർത്തണം. എവിടെ അമർത്തണം? ടു ദ ത്രോട്ട്, തൊണ്ടയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ ലങ്സിലോട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പ്രസ്ഡ് ഡൗൺ. എന്ത് പ്രസ് ചെയ്യണം? ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണ് വെന്റിലേറ്റർ? വെന്റിലേറ്റർ എന്നാൽ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എന്താ വെന്റിലേറ്റർ? വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ്. എന്തിനുള്ള എക്യുപ്മെന്റാ? ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ലങ്സിന്റെ പ്രവർത്തനത്തെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. ഇനി അത് എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യണത്? ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ if the patients in a condition that makes it hard to breathe properly when cannot breathe at all. എന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ശ്വാസം എടുക്കാത്തവർക്കും വേണ്ടി നമുക്ക് ശ്വസിക്കാൻ, ശ്വാസം കിട്ടാൻ കൊടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ ഇട്ടാൽ ഇത് കിട്ടും. പിന്നെന്താ പറയണേ? വെന്റിലേറ്ററിൽ എങ്ങനെയാണ് ശ്വാസം കിട്ടുന്നത്? വെന്റിലേറ്ററിൽ എയർ പമ്പ് ചെയ്യാണ്. എവിടക്ക്? ഇൻ ആൻഡ് ഔട്ട്. എവിടെയാണ്? ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. ലങ്സിന്റെ അകത്തും പുറത്തും എയർ പമ്പ് ചെയ്തിട്ട് ബോഡി ക്യാൻ ഗെറ്റ് ഓക്സിജൻ ഇറ്റ് റിക്വയേഴ്സ്. എന്താ? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ ബോഡിക്ക് കിട്ടും. മനസ്സിലായ? നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് മേ വെയർ. ഇങ്ങനെ ഓക്സിജൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
പേഷ്യന്റിനെ നമ്മൾ ധരിക്കണം. എന്ത് ധരിക്കണം? പേഷ്യന്റ് ബി ഫിറ്റിംഗ് മാസ്ക് ധരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മോർ ക്രിട്ടിക്കൽ ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. ക്രിട്ടിക്കൽ ആയ പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ്. ബ്രീത്തിങ് ട്യൂബ് പ്രസ് ചെയ്യണം. എവിടെ? പ്രസ് ഡൗൺ ടു ദ ത്രോട്ട്. തൊണ്ടയില് എവിടെ? ത്രോട്ട് വഴി ടു സപ്ലൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ സപ്ലൈ എന്ത് സപ്ലൈ ആവും? ലങ്സ് വിത്ത് ഓക്സിജൻ. ലങ്സിലിട്ട് ഓക്സിജൻ കിട്ടും. മനസ്സിലായ? ഇത്രയും ഈ ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതല്ല രണ്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ പറഞ്ഞുതരാം. ഇല്ല, ഡൗട്ട് ഇല്ല എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ്. A ventilator is also known as by other names. There are. നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു. ഈ മെഷീൻ വെന്റിലേറ്ററിന് വേറെ പേരുണ്ട്, അതർ നെയിംസ്. അതേതാ? ബ്രീത്തിങ് മെഷീൻ. കാരണം വെന്റിലേറ്റർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാ? ബ്രീത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ വെന്റിലേറ്ററിനെ പറയണത് ബ്രീത്തിങ് മെഷീൻ. നെക്സ്റ്റ്, മെക്കാനിക്കൽ വെന്റിലേഷൻ. എന്താണ്? മെക്കാനിക്കൽ വെന്റിലേഷൻ. അപ്പൊ എ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് other names, breathing machine and mechanical ventilation. Okay. Next, some of the health conditions that may require ventilator. എന്താണ്? Some of the health conditions that may require ventilators. എന്ന് വെച്ചാൽ എന്താ? ഈ വെന്റിലേറ്റർ ആവശ്യമുള്ളത് ഏത് കണ്ടീഷൻ വരുമ്പോഴാ? എപ്പോഴും എല്ലാ പേഷ്യൻസിനും വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് ആവശ്യമുള്ള സമയമുണ്ട്. വെന്റിലേറ്റർ ഉപയോഗിക്കാൻ ആവശ്യമുള്ള സമയം എപ്പോഴാണെന്ന് നോക്കാം. ഏതൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണ്, ഏതൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കണേ എന്നുള്ള കാര്യങ്ങളാണ് പറയണത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് സച്ച് ആസ്. അപ്പൊ പറയണത് എന്തൊക്കെയാണ്? പല തരത്തിലുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക്. അതില് ഏതൊക്കെ വരുമ്പോഴാണ് നമ്മള് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഒന്നാമത്തത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അങ്ങനെയുള്ള ഒരു അസുഖം വരുമ്പോ നമുക്ക് എന്തുപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. നെക്സ്റ്റ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. എന്നുകൂടി പറയാം. Chronic obstructive pulmonary disease with low oxygen saturation. Next, asthma. പിന്നെ brain injury, cardiac arrest, pneumonia related with viral or bacterial infections, collapsed lung, stroke, coma or loss of consciousness, drug overdose, hypercapnic respiratory failure, ലങ് ഇൻഫെക്ഷൻ. പിന്നെ അടുത്തത് എന്താ? മയസ്തീനിയ ഗ്രാവിസ്, സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, പ്രിമേച്വർ ലങ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മള് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമതൊന്നും കൂടി പറഞ്ഞുതരാം. സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർഡ് വെന്റിലേറ്റേഴ്സ്. എന്താവശ്യം വരുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് അക്യൂട്ട് എന്താ? പെട്ടെന്ന് നമുക്ക് ശ്വാസം മുട്ടായിട്ട് തടസ്സപ്പെടുകയാണ്. പെട്ടെന്ന് നമുക്ക് ഡിസ്ട്രസ് ആയിട്ട് സിൻഡ്രോം. നമ്മള് ARDS എന്ന് പറഞ്ഞാൽ അത് ഓർത്തിരുന്നോട്ടാ. ചിലപ്പോ പരീക്ഷയ്ക്ക് അബ്രീവേഷൻ ചോദിക്കലുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോ ARDS തന്നിട്ട് അതിന്റെ ഫുൾ ഫോം എഴുതാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന അബ്രീവേഷൻ ഒക്കെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. പെട്ടെന്ന് ശ്വാസം മുട്ട് വരില്ലേ? അപ്പൊ ഒരാൾക്ക് പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും തടഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ആയിട്ട് പെട്ടെന്നൊരു ഇത് വരുന്നതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. എന്താ? അതിന്റെ COPD അത് ഓർത്തിരിക്കണം. COPDയുടെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ.
അപ്പൊ അതെങ്ങനെയായിരിക്കും? അതും ഇതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. നമ്മുടെ ലങ്സില് എന്തെങ്കിലും ഒരു അസുഖം പെട്ടിട്ട് നമുക്കത് പെട്ടെന്ന് പ്രതിഫലിക്കും, പുറത്തേക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ലോ ഓക്സിജൻ. അപ്പൊ ആ അവസ്ഥയിൽ എന്തായിരിക്കാം? ഓക്സിജൻ ലെവല് വളരെ താഴ്ന്നു പോകും. ഇപ്പൊ കൊറോണ പോലത്തെ വൈറസ് വന്നവർക്ക് മിക്കവർക്കും ഓക്സിജൻ ലെവല് ഭയങ്കര ലോ ആയിരിക്കും. നമ്മൾ അത് അറിഞ്ഞ അത് ചെറിയ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ലങ്സിൽ കയറി പിടിക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവല് വളരെ താഴ്ന്നു പോകും. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. നെക്സ്റ്റ് എന്താ? ആസ്മ. ആസ്മ എന്താണ് എല്ലാവർക്കും അറിയാലോ. ഓക്കെ. ബ്രെയിൻ ഇഞ്ചുറി. ബ്രെയിൻ ഇഞ്ചുറി എന്താ? തലക്ക് എന്തെങ്കിലും മുറിവ് വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്താ? അറ്റാക്ക്. ഓക്കെ. അങ്ങനെ വന്നാലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അടുത്തത് ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ന്യൂമോണിയ വന്നാലും ഉപയോഗിക്കാം. എങ്ങനെ ന്യൂമോണിയ വന്നാലും, ചിലപ്പോ വൈറൽ വഴി വരാം, ബാക്ടീരിയൽ വഴി വരാം. എങ്ങനെ ന്യൂമോണിയ വന്നാലും നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. കൊളാപ്സ്ഡ് ലങ്. എന്താ? ലങ്സ് തകർന്നു പോവുക. ലങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായി ഓടി വന്ന് ഒരാൾ ഓടി വന്ന് നെഞ്ചടിച്ചങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ലങ്സിന്റെ എന്തെങ്കിലും ആ ഭിത്തിക്ക് ആ പാളിക്കൊക്കെ എന്തെങ്കിലും ഒരു തകർച്ച വന്നാലും നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. സ്ട്രോക്ക് പോലുള്ള അത് വന്നാലും വെന്റിലേറ്റർ ഉപയോഗിക്കാം. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്. കോമ സ്റ്റേജിൽ കിടക്കാന്ന് വെച്ചാൽ തന്നെ എന്താ? നമ്മുടെ ബോധം ഇല്ലാത്ത ഒരവസ്ഥ. ബോധം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് അത് കുറഞ്ഞു പോകും, നമ്മള് അൺകോൺഷ്യസ് ആവാം. ആ അവസ്ഥയിൽ കിടക്കുന്നതാണ് കോമ. അങ്ങനെയുള്ളവർക്കും വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഡ്രഗ് ഓവർഡോസ്. എന്താ ഡ്രഗ് ഓവർഡോസ് എന്ന് വെച്ചാൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് മരുന്ന് വഴി ഓവർഡോസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. അതും ഇത് തന്നെ ഫെയിലിയർ ആവുകയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ശ്വാസം വിടുന്ന ലങ്സിന്റെ ഇതൊക്കെ ഹൈപ്പർ കാപ്നിക് ഭയങ്കര കൂടുതൽ ഹൈപ്പർ ആയിട്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് റെസ്പിറേറ്ററിന് കംപ്ലൈന്റ് വന്നാലും ഉപയോഗിക്കാം. ലങ്സ് ഇൻഫെക്ഷൻ. ലങ്സിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും ഉപയോഗിക്കാം. പിന്നെന്താ? മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസ് വന്നാലും ഉപയോഗിക്കാം. പിന്നെന്താ? സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് സെപ്സിസ് ആയിട്ടും ഇൻഫെക്ഷൻ വന്നാലും. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മള് എന്തെങ്കിലുമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ എന്തെങ്കിലും വൈറസ് കണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡിലുള്ള ഇഞ്ചുറി വന്നാലും. പ്രിമേച്ചർ ലങ് ഡെവലപ്മെന്റ്. അകാല നമ്മുടെ സുഷുപ്ന നാഡിയാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. പിന്നെ പ്രിമേച്ചർ ലങ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ബേബീസ്, കുട്ടികൾ ഇപ്പൊ അവര് പ്രിമേച്ചർ സ്റ്റേജിൽ തന്നെ ലങ്സ് ഡെവലപ്മെന്റ്, അവരെ ലങ്സ് വളരാനില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യെസ് എന്ന് എഴുതാ, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാ. റിപ്പീറ്റ് ഞാൻ എടുക്കണമെങ്കിൽ എടുക്കണം എന്ന് പറയാട്ടാ. എന്താണ്? യെസ്, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ റിപ്പീറ്റ് ഒന്നും എടുക്കണ്ടല്ല. ഇത്രയും ഭാഗം ഞാൻ സ്പീഡ് ഇതിൽ നിങ്ങൾക്ക് നമ്മൾക്ക് വെന്റിലേറ്റർ എന്താന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. നിങ്ങൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ചെറിയ ടോപ്പിക്കാണിത്. അപ്പൊ ഇതിന്റെ ഒരു കൂടി വന്ന 1-2 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ഇപ്പൊ ഞാൻ 2 അബ്രിവേഷൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. ഈ അബ്രിവേഷൻ അത് ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ആയിട്ട് എന്താണ് വെന്റിലേറ്റർ എന്ന് അറിയാം. വെന്റിലേറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണേ അത് നമ്മൾക്ക് അറിയാൻ പറ്റും. ഇത് വായിച്ചില്ലെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ എന്താണെന്ന് എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് ഇപ്പൊ പുറത്തേക്ക് കിട്ടണില്ല. നമ്മള് ഒരു പേഷ്യന്റിന്റെ വെന്റിലേറ്ററിൽ ഇടുന്നത് എന്തിനാ? കുറച്ച് നാളെങ്കിലും അത് നല്ല ഇതിൽ ജീവിക്കും. വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ശ്വാസം കിട്ടും. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് എല്ലാവരും നമുക്ക് സ്വന്തമായിട്ടല്ലാണ്ട് വെന്റിലേറ്റർ വഴി കിട്ടും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതിലേ മുതൽ നമ്മൾ ഇതൊക്കെ അറിയാൻ പറ്റും. അതിതൊന്നും വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്തിനൊക്കെ വേണ്ടിയാ ഉപയോഗിക്കണേന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും കൂടുതൽ പഠിക്കാനില്ല. ഓക്കെ. നെക്സ്റ്റ് പേജ് നോക്കിയേ. നെക്സ്റ്റിൽ എന്താ പറയണേ? നെക്സ്റ്റ് ശ്രദ്ധിക്കട്ടാ. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ് എന്ന് വെച്ചാൽ എന്താ? സർജറി സമയത്ത് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അതാണ് ചോദിച്ചേക്കണേ. ഇപ്പൊ ഡ്യൂറിങ് സർജറി ടൈമിൽ വെന്റിലേറ്ററിന്റെ ആവശ്യം എന്താ?
അത് നമുക്കറിയില്ല. സർജറി സമയത്ത് എന്തിനാ വെന്റിലേറ്ററിന്റെ ആവശ്യം? അത് നമ്മൾ നോക്കാം. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. എന്താ നോക്കാം. If the patient is given general anesthesia for a surgical procedure, എന്താണ്? ഒരു പേഷ്യന്റിന് നമ്മള് ജനറൽ അനസ്തീഷ്യ കൊടുത്തു. ഇപ്പൊ നമ്മൾ എന്ത് സർജിക്കൽ കേസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന് അനസ്തീഷ്യ ഡോക്ടറെ വിളിച്ച് അനസ്തീഷ്യ കൊടുക്കും. അപ്പൊ ഒരു പേഷ്യന്റിന് നമ്മൾ ഗിവിംഗ് ജനറൽ അനസ്തീഷ്യ ഫോർ സർജിക്കൽ പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ അനുസരിച്ച് ആ പേഷ്യന്റിന് നമ്മൾ അനസ്തീഷ്യ കൊടുത്തു. ഹി ഈസ് റിക്വയർഡ്. അപ്പൊ എന്താണ്? ഹി ഈസ് റിക്വയർഡ്. അയാൾക്ക് അത് ആവശ്യമാണ്. എന്ത്? ടു ബി ഓൺ എ വെന്റിലേറ്റർ വൈൽ സ്ലീപ്പിംഗ്. അപ്പൊ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോ ഓൾറെഡി അവരെന്തായി? മയങ്ങും, സ്ലീപ്പിംഗിലായി. ആ സമയത്ത് അവരെന്താണ്? ഹീസ് റിക്വയർഡ്. അപ്പൊ അവര് ഉറങ്ങാൻ വേണ്ടിയാണ് അവര് അറിയരുത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കണത് എന്തുകൊണ്ടാ? അവര് പതുക്കെ പാതി മയക്കത്തിൽ എന്ന പോലെ അവര് മയങ്ങും. അതാണ് പറഞ്ഞത് വെന്റിലേറ്റർ വൈൽ സ്ലീപ്പിംഗ്. ആ സമയത്ത് അവര് ഉറങ്ങിയായിരിക്കും. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. എന്താ? This is due to some anesthesia. ചില അനസ്തീഷ്യയുടെ മരുന്ന് കൊടുക്കുമ്പോ പേഷ്യന്റിന് ഈ ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ട് കാണിക്കും. എന്തിനുള്ള ബുദ്ധിമുട്ട്? For the patient to breathe properly on his own while in his sleep-like. ഉറങ്ങാൻ പോലുള്ള അവസ്ഥ. അവർക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരാൻ പോലുള്ള ആ ഉറക്കം പോലെയുള്ള അവസ്ഥയിൽ അവർക്ക് ശ്വാസം വിടാനായിട്ട്, സാധാരണ ലെവലില് ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള പേഷ്യന്റിന് നമുക്ക് വെന്റിലേറ്ററിൽ കിടത്താം. മനസ്സിലായ? എങ്ങനെയാണ്? ഒരു പേഷ്യന്റിന്റെ സർജറിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് വെച്ചേക്കാം. ഇതും കൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കാം. ഡ്യൂറിംഗ് സർജറി വെന്റിലേറ്റർ ആർ നീഡഡ്. ഡ്യൂറിംഗ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ് എന്ന് വെച്ചാൽ സർജറി നിൽക്കുന്ന പേഷ്യന്റിന് വെന്റിലേറ്ററിന്റെ ആവശ്യം എന്താന്നാ പറയണത്. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. നമ്മൾക്ക് ജനറൽ അനസ്തീഷ്യ ആ പേഷ്യന്റിന് സർജറി അനുസരിച്ച് ഒരു അനസ്തീഷ്യ കൊടുക്കുമ്പോ ആ പേഷ്യന്റ് ഉറക്കത്തിലായിരിക്കും. This is due to some anesthesia drug can make it difficult. അപ്പൊ ഇതുപോലെ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് എന്ത് തോന്നും? ശ്വാസം വിടാനുള്ള, ഉറക്കത്തിലായിരിക്കില്ല അവര് പകുതി ഉറക്കത്തിലായിരിക്കും. ഉറക്കം പോലുള്ള അവസ്ഥയിൽ അവർക്ക് ഡിഫിക്കൽട്ടി വരും. എന്തിനുള്ള ഡിഫിക്കൽട്ടി? പേഷ്യന്റ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓൺ ഹിസ് ഓൺ വൈൽ ഇൻ സ്ലീപ്പ് ലൈക്ക് സ്റ്റേറ്റ്. അവർക്ക് സാധാരണ ലെവലില് ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ? നമുക്ക് വെന്റിലേറ്റർ അലൗഡ് ചെയ്യാം. മനസ്സിലായ? ഓക്കെ, ആ പോയിന്റ് മനസ്സിലായ? ഹലോ, ഓക്കെ, ആ പോയിന്റ് മനസ്സിലായി. അതില് വിത്ത് സർജറി ദ പേഷ്യന്റ്, മനസ്സിലായി? ഒന്നും കൂടി എടുക്കണമെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടാ. ഞാൻ ഇത്തിരി ഫാസ്റ്റ് പോകണ്ടെങ്കിൽ അത് പറയണം, സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്ക പറഞ്ഞാ മതി കേട്ടാ. ഓക്കെ. With surgery, the patient to be on a ventilator for a period. നമ്മളിപ്പോ പറഞ്ഞു സർജറി, ഓപ്പറേഷത്തിന് ഒരു പേഷ്യന്റിനെ നമ്മൾ ആക്കിയ ആ പേഷ്യന്റിനെ നമുക്ക് വെന്റിലേറ്ററിൽ ആക്കണമെങ്കിൽ എന്ത് വേണം? അവർ ഉറക്കത്തിൽ, അവർക്ക് ഉറങ്ങാൻ വേണ്ടി ഉറക്കത്തിന്റെ സമയത്ത് അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് പാതി മടക്കത്തിലായിരിക്കും. ആ സമയത്ത് അവർക്ക് ശ്വാസം വിടാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പൊ നമുക്ക് വെന്റിലേറ്റർ അലൗഡ് ചെയ്യാം. പക്ഷെ അതിൽ രണ്ട് കാര്യത്തിൽ നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഡ്യൂറിംഗ് സർജറി, സർജറി സമയത്ത്, സർജറിക്ക് പോയിട്ടില്ല, അനസ്തീഷ്യ കൊടുത്തിട്ടുള്ളൂ കേട്ടാ, സർജറിക്ക് പോയിട്ടില്ല. ഈ അനസ്തീഷ്യ കൊടുത്ത സമയത്ത് a ventilator can provisionally perform the breathing for the patient while he is under general anesthesia. എന്താണ് ഇവിടെ പറഞ്ഞത്? സർജറിക്ക് വേണ്ടിയിട്ട് വെന്റിലേറ്റർ ക്യാൻ പ്രൊവിഷണലി, സാധാരണയായിട്ട് വെന്റിലേറ്ററിൽ പെർഫോം ബ്രീത്തിങ്, ശ്വാസത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട്. ആ സമയത്ത് ആ പേഷ്യന്റിന് എന്ത് ചെയ്യാം? ആ പേഷ്യന്റിന്
ജനറൽ അനസ്തീഷ്യക്ക് വേണ്ടിയിട്ട് ജനറൽ അനസ്തീഷ്യ പേഷ്യന്റ് വൈൽ ഈസ് അണ്ടർ ജനറൽ അനസ്തീഷ്യ. ജനറൽ അനസ്തീഷ്യ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യം 2 പോയിന്റും ഒരുമിച്ച് അതിൽ പറഞ്ഞു. എന്താ? അവർ ഉറക്കത്തിലായിരിക്കും. ഫസ്റ്റ് പറഞ്ഞത് പേഷ്യന്റ് ജനറൽ അനസ്തീഷ്യ സർജിക്കൽ പ്രൊസീജിയർ അനുസരിച്ച് ഒരു പേഷ്യന്റിനെ അനസ്തീഷ്യക്ക് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റ് മയക്കത്തിലായിരിക്കും. ആ സമയത്ത് പേഷ്യന്റിനെ പ്രോപ്പർലി സാധാരണയായിട്ട് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം. അത് തന്നെയാണ് പറയണത് ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ ക്യാൻ പ്രൊവിഷണലി താൽക്കാലികമായിട്ട് നമ്മൾക്ക് പെർഫോം ചെയ്യാം, ബ്രീത്തിങ് കൊടുക്കാം പേഷ്യന്റിന്. എന്ത് കൊടുക്കുമ്പോഴാ? അണ്ടർ ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് സാധാരണ ലെവലിൽ വെന്റിലേറ്റർ നമ്മൾ ഡ്യൂറിങ് സർജറി സമയത്ത് കൊടുക്കാം. റിക്കവറിങ് ഫ്രം സർജറി എന്ന് വെച്ചാൽ എന്താ? സർജറി കഴിഞ്ഞ സമയത്ത് സർജറിയിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ നിർത്തണം. അപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അനസ്തീഷ്യ ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ പേഷ്യന്റിന് വെന്റിലേറ്റർ കൊടുക്കാം. എപ്പാ? എ പേഷ്യന്റ് മേ ഒക്കേഷണലി റിക്വയർ എ വെന്റിലേറ്റർ ടു അസിസ്റ്റ് വിത്ത് ബ്രീത്തിങ് ഫോർ അവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. എങ്ങനെ? ഒരു രോഗിക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാൻ വേണ്ടി വെന്റിലേറ്റർ ആവശ്യമാണ്. മനസ്സിലായ? ഇപ്പൊ ഓപ്പറേഷൻ അനസ്തീഷ്യ നമ്മൾ ആദ്യം കൊടുക്കണത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, അനസ്തീഷ്യ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പാതി മയക്കത്തിലാണ്. ആ സമയത്ത് നമുക്ക് വെന്റിലേറ്റർ അവർക്ക് കൊടുക്കാം. രണ്ടാമത് പറഞ്ഞത് എന്താ? റിക്കവറിങ് ഫ്രം സർജറിയിൽ നിന്നും റിക്കവർ ആയി. പക്ഷേ റിക്കവർ ആയെങ്കിലും അവര് അതിൽ നിന്നും ഉണർന്നിട്ടില്ല. രോഗിക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാൻ വേണ്ട വെന്റിലേറ്റർ വേണം. അതാ പറഞ്ഞത് ബ്രീത്തിങ് ഫോർ ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. മനസ്സിലായ? പേഷ്യന്റ് മേ ഒക്കേഷണലി എന്താ? മറ്റേത് പ്രൊവിഷണലി പറഞ്ഞു നമ്മള്. പ്രൊവിഷണലി താൽക്കാലികമായിട്ട് നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല അനസ്തീഷ്യക്ക് വേണ്ടി കിടത്താം. പിന്നെ പറയണത് എന്താ? പേഷ്യന്റിനെ ഒക്കേഷണലി റിക്വയർ ആവശ്യമാണ്. എപ്പാ? വെന്റിലേറ്റർ ടു അസിസ്റ്റ്. എന്താ അസിസ്റ്റ് ചെയ്യുമ്പോ? ബ്രീത്തിങ് ഫോർ ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. ഇങ്ങനെ ഒരു രോഗിക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാൻ വേണ്ടി വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ഈ 2 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. സർജറി സമയത്ത് ആദ്യം അനസ്തീഷ്യ, അത് ഡ്യൂറിങ് സർജറി. നെക്സ്റ്റ് റിക്കവറിങ് സർജറി എന്ന് പറയുമ്പോ ബ്രീത്തിങ് ഫോർ ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. ഓക്കെ, മനസ്സിലായ? അത്രയും കാര്യം മനസ്സിലായ? ഞാൻ വീണ്ടും മനസ്സിലായോ എന്ന് ചോദിക്കണത് എന്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. മനസ്സിലായ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്താലാ എനിക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടാ. ഓക്കെ. നെക്സ്റ്റ്, a ventilator won't cure an illness. A ventilator responsibility is to maintain the patient's breathing while the body battles an infection, disease or heals from trauma. എന്ന് വെച്ചാൽ എന്താ? വെന്റിലേറ്ററിൽ നമുക്ക് ഒരു അസുഖവും സുഖപ്പെടുത്താനില്ല. വെന്റിലേറ്ററിൽ കിടന്നാൽ നമ്മുടെ അസുഖം മാറി വരും എന്നുള്ളത് എന്താ? നമുക്ക് ഓക്സിജൻ കിട്ടാത്ത സമയത്ത്, ശ്വാസം കിട്ടാത്ത സമയത്ത് നമുക്ക് വെന്റിലേറ്റർ ശ്വാസം തരുന്നു. പക്ഷേ വെന്റിലേറ്റർ നമ്മുടെ ഒരു അസുഖം സുഖപ്പെടുത്തുന്നില്ല. എങ്ങനത്തെ സാഹചര്യത്തില്? വെന്റിലേറ്റർ റെസ്പോൺസിബിലിറ്റി, വെന്റിലേറ്ററിന് ഉത്തരവാദിത്തമുണ്ട്. എന്ത് ഉത്തരവാദിത്തം? ഈസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റിന്റെ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എങ്ങനെ? ബോഡി ബാറ്റിൽസ് ഇൻഫെക്ഷൻ, ഡിസീസ് ഓർ ഹീൽസ് ഫ്രം ട്രോമ. എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന് ഇപ്പൊ അതിന്റെ ഉള്ളിൽ പലതരത്തിലും ഇൻഫെക്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും അസുഖം ഉണ്ടാവും, ഹീൽസ് ഓഫ് ട്രോമ പോലെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖമുള്ള സമയത്ത് വെന്റിലേറ്ററിന് ഉത്തരവാദിത്തമില്ല, നമുക്കാണ് അത് ഉത്തരവാദിത്തം. പക്ഷെ വെന്റിലേറ്റർ നമുക്ക് ശ്വാസം തരും. ആ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്, നമ്മുടെ ഒരു അസുഖം സുഖപ്പെടുത്താനില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അസുഖം സുഖപ്പെടുത്തില്ല. കാരണം എന്താ? നമ്മുടെ അസുഖം സുഖപ്പെടുത്താനായിട്ട് വെന്റിലേറ്ററിനുള്ളിൽ ഇൻഫെക്ഷനും ഡിസീസും ഹീൽസ് ഫ്രം ട്രോമയും വന്ന് കിടക്കുകയാണ്. ഇതുണ്ടായാൽ നമ്മുടെ അസുഖം സുഖപ്പെടുത്തോ? ഇല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. എ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്, വെന്റിലേറ്റർ നമ്മുടെ ഒരു അസുഖം സുഖപ്പെടുത്തുന്നില്ല. പക്ഷേ
വെന്റിലേറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, വെന്റിലേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ബ്രീത്തിങ് while the body battles infection, disease heals from trauma. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കിപ്പോ ഇൻഫെക്ഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അപ്പുറത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത്രയും. ഇവിടെ പോയിന്റ് എന്ന് പറയാനായിട്ട് സർജറിയുടെ പോയിന്റ് ഓർക്കണം. 2 സർജറി, ഒരെണ്ണം ജനറൽ അനസ്തീഷ്യ, ഒരെണ്ണം അവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ്, മണിക്കൂറോ കൂടുതൽ സമയമോ കിടക്കുമ്പോൾ അത്. ഈ 2 പോയിന്റ് മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിൽ ഓർക്കാനുള്ളൂ. ബാക്കി നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇൽനെസിന്റെ വെന്റിലേറ്ററിന് റെസ്പോൺസ് നമുക്ക് ഒട്ടും അറിയാം. വെന്റിലേറ്ററിൽ കിടക്കുന്നത് ശ്വാസം കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ആ സമയത്ത് ഇൻഫെക്ഷനും അതിനുള്ളിൽ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെന്റിലേറ്ററിൽ വായിക്കല്ല. അപ്പൊ അത് നമ്മളൊന്ന് ഓർത്താൽ മതി, വേറെ പഠിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അത്രയും കഴിഞ്ഞു. നെക്സ്റ്റ് ഭാഗമാണ് എടുക്കണത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇതിന് വീണ്ടും റിപ്പീറ്റ് പറയണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് പറയാം. ഇത്രയും എടുത്തതില് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇത്രയും എടുത്തതില് മനസ്സിലാക്കാം. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. വിജിക്ക് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അതുപോലെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആരും രണ്ടാമത് പറയാനായിട്ട് പറയണില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. പ്രത്യേകിച്ച് എന്റെ ഒരു സ്ലാങ് തൃശ്ശൂർ ഭാഷയാണ്. എറണാകുളമാണെങ്കിലും തൃശ്ശൂരാണ് എന്റെ വീട്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോ മനസ്സിലാവാൻ ഇല്ല തോന്നുന്നു. അതാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണേട്ടാ. സ്പീഡ് പെട്ടെന്ന് ഇടക്ക് കൂടിപ്പോയാലും പറയണം മാം, സ്പീഡ് കൂടി കുറയ്ക്കണം. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ മാള. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് എങ്ങനെയാണ് ഈ വെന്റിലേറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടത് പറഞ്ഞു, ആർക്കൊക്കെ ഇത് വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇത് സർജറി സമയത്ത് എങ്ങനെ വെന്റിലേറ്റർ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാനാണ് ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് ഈ വെന്റിലേറ്റർ വർക്ക് ചെയ്യണത്? മാളയിലെ എവിടെ? മാളയിലെ മാള പള്ളിപ്പുറം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യണേന്ന് അറിയണം. എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? വെന്റിലേറ്റർ വെറുതെ വെച്ചാൽ മതിയാ? ഇല്ല, വെന്റിലേറ്റർ നമ്മൾ എന്ത് വഴിയാണ് വർക്ക് ചെയ്യണേ, എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യണേ എന്നുള്ളത് നോക്കാം. എ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് ഫ്രം യുവർ ബോഡി ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേസ്. എന്ന് വെച്ചാൽ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയീസ് അവരുടെ ജോലി എന്താ? മെഡിക്കൽ വെന്റിലേറ്റർ വെച്ചു. ആ വെന്റിലേറ്ററിന്റെ ജോലി എന്താ? പ്രഷർ കൊടുക്കുക. പ്രഷർ എന്ന് വെച്ചാൽ എന്താ? സമ്മർദ്ദം ചെലുത്താം. എന്തിനാ? ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്, നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേ, ശ്വസനനാളത്തിലേക്ക്. എയർവേ എന്ന് വെച്ചാൽ എന്താ? എയർവേ, എയർവേ എന്ന് വെച്ചാല് ശ്വസനനാളം. ശ്വസനനാളത്തിലോട്ട് എന്ത് ചെയ്യാം? എയർ പമ്പ് ചെയ്യാം. എന്ത് എയറാ? ഓക്സിജൻ. ഓക്സിജൻ. അപ്പൊ പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു എയർവേസ്. അപ്പൊ എന്താ പ്രധാന ധർമ്മം? എന്താ ചെയ്യാ? വെന്റിലേറ്റർ ജോലി എന്താ? എംപ്ലോയീസ് എന്താ? അവർ എംപ്ലോയീസ് പ്രഷർ ചെയ്യാ എന്ന് വെച്ചാൽ സമ്മർദ്ദം ചെലുത്താം. എന്തിനാ? ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്. എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ എക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ, പണ്ട് ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യും? നമ്മൾ പുറന്തള്ളിയിട്ട് പുറത്ത് സസ്യങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെടുക്കും? ഓക്സിജൻ. ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പോണ കാർബൺ ഡയോക്സൈഡ് നമ്മൾ വലിച്ചെടുക്കും. നമ്മൾ ചെറുതിലെ സ്കൂൾ മുതൽ അതാ പഠിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളും, ഓക്സിജൻ എടുക്കും. അതേ പ്രൊസീജിയർ പോലെ ഇത് തന്നെയാണ് ഇവിടെ. നോക്കിയാൽ മതി. മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയീസ്. മെഡിക്കൽ, അപ്പൊ ഇത് ഈ ഡെഫിനേഷൻ എന്താണ്? ഹൗ ഡസ് വെന്റിലേറ്റർ വർക്ക് എന്ന് പറയുമ്പോ ഈ ഒരു ഡെഫിനേഷൻ ഓർത്തിരുന്നോ? ചിലപ്പോ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോഴേ പഠിക്കാം. നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുക്ക് എടുത്ത് വെറുതെ ഈ PDF ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തരാം. എന്താ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയീസ്? ഒരു എംപ്ലോയി ആണല്ല. എന്താണ് അവർ എംപ്ലോയി ചെയ്യണത്? പ്രഷർ. പ്രഷർ എന്ന് വെച്ചാൽ എന്താ? അടിച്ചമർത്ത. പ്രഷർ. എന്തിന് പ്രഷർ? ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ എക്സ്പെക്ട് ചെയ്തിട്ട് എവിടെ ഉള്ളതാ കാർബൺ ഡയോക്സൈഡ്?
ഫ്രം യുവർ ബോഡി. ഫ്രം യുവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ്. ഓക്സിജൻ പമ്പ് ചെയ്യാം. എവിടക്ക്? യുവർ എയർവേസ്. നിങ്ങളിലുള്ള എയർവേല്. എയർവേ ഏതൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചോ നോക്കിയേ. ഒന്നും തുടങ്ങി പറഞ്ഞു നോക്കാം. നമ്മളെല്ലാം മാറ്റി കളഞ്ഞിട്ടാ ആദ്യവും പൂജ്യം പറയേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് ഈ വെന്റിലേറ്റർ വർക്ക് ചെയ്യണേ? ഹൗ ഡസ് വെന്റിലേറ്റർ വർക്ക്? എന്താണ്? എ വെന്റിലേറ്റർ എംപ്ലോയീസ് പ്രഷർ. എന്താ പ്രഷർ ചെയ്യണേ? ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്. എവിടെയുള്ള കാർബൺ ഡയോക്സൈഡാ? ഫ്രം യുവർ ബോഡി. ഫ്രം യുവർ ബോഡി. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് പമ്പ് ചെയ്യും. എവിടക്ക്? ഓക്സിജനേറ്റഡ് എയർ ഇൻടു ദ എയർവേസ്. ഓക്സിജനേറ്റഡ് എയർ ഇൻടു ദ എയർവേസ്. എയർവേസിലോട്ട് നമുക്ക് ഓക്സിജൻ പമ്പ് ചെയ്യും. ഈ എയർവേ ഏതൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നത് ശ്രദ്ധിക്കാം. എയർവേ ഏതൊക്കെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. ഇത്രയുമാണ് നമ്മുടെ എയർവേ. ഈ എയർവേയിലോട്ടൊക്കെ ഓക്സിജൻ പമ്പ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡിനെ ടു എക്സ്പെക്ട് ദ പ്രഷർ. മനസ്സിലായ? അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ വെന്റിലേറ്ററിന്റെ വർക്ക് എന്താന്ന് വെച്ചാൽ എയർവേ വഴി നമുക്ക് ഓക്സിജൻ കിട്ടും. പക്ഷേ കാർബൺ ഡയോക്സൈഡിന് നമ്മുടെ ബോഡിയിലുള്ള യുവർ ബോഡി കാർബൺ ഡയോക്സൈഡ് ടു എക്സ്പെക്ട് പ്രഷർ. അത് മറക്കരുത്. പിന്നെ എയർവേ ഏതൊക്കെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? ഹലോ, ഇത്രയും ഓക്കെ മനസ്സിലായി. ഓക്കെ. അപ്പൊ അത്രയും കഴിഞ്ഞു. സിമ്പിൾ ആണ്. എയർവേ എന്താണെന്നുള്ളത് നമ്മളിപ്പോ എയർവേ ഏത് പറ്റിയാണെന്ന് പഠിക്കുക. ആ എയർവേ വഴിയാണ് ഓക്സിജൻ പമ്പ് ചെയ്യുന്നത്. ഓക്സിജൻ പമ്പ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ ഒരു ഇതുമില്ല. നെക്സ്റ്റ് ഓക്കെ. One of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or fixed mask. എന്ന് വെച്ചാൽ എന്താ? One of two methods for pushing oxygen into the lungs. എന്ന് വെച്ചാൽ എന്താ? രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഓക്സിജൻ കൊടുക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ലങ്സിലോട്ട് ഓക്സിജൻ കൊടുക്കാം. അതാണ് പ്രധാന കർമ്മം വെന്റിലേറ്ററിന്റെ. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് ഓക്സിജൻ കൊടുക്കാം. ടു മെത്തേഡ്. ഏത് തരമാണ്? ഒന്നാമത്തെ നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ പുഷ് ചെയ്യണത്? രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതാ? ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിക്റ്റഡ് മാസ്ക്. ബ്രീത്തിങ് ട്യൂബ് വഴി കൊടുക്കാം, അല്ലെങ്കിൽ മാസ്ക് ഫിറ്റ് ചെയ്തേക്കണ മാസ്ക് വഴി നമുക്ക് കൊടുക്കാം. ഇതാണ് രണ്ട് മെത്തേഡ്. മനസ്സിലായ? ഒന്നും കൂടി പറയാം. One of two methods for pushing oxygen into the lungs from ventilator is either breathing tube or fitting mask. എന്ന് വെച്ചാൽ ടു മെത്തേഡ്, രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഓക്സിജൻ പുഷ് ചെയ്യാം. എവിടക്ക്? ലങ്സിലോട്ട്. എവിടെ നിന്ന്? ഫ്രം വെന്റിലേറ്റർ. എങ്ങനെ? രണ്ട് വേ ഏതാണ്? ആ രണ്ട് വേ ആണ് ബ്രീത്തിങ് ട്യൂബും ഫിക്റ്റഡ് മാസ്കും. ബ്രീത്തിങ് ട്യൂബും ഫിക്റ്റഡ് മാസ്കും. ഓക്കെ, അതൊക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ബീയിങ് ഓൺ എ വെന്റിലേറ്റർ while the patient is conscious can be very uncomfortable. Especially the patient has a breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat or move about. എന്താ ഇതിപ്പോ പറയണത്? നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിൽ നമുക്ക് ആ പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കാം. ഒന്ന് ബ്രീത്തിങ് ട്യൂബ് വഴി, ഫിക്റ്റഡ് മാസ്ക് വഴി. പക്ഷെ ബ്രീത്തിങ് ട്യൂബ് വഴി പേഷ്യന്റിന് കൊടുക്കുമ്പോ എന്താ? ട്യൂബ് വഴിയാണ്. അതിൽ തന്നെ ഉണ്ട് ബ്രീത്തിങ് ട്യൂബ്. നമ്മളുടെ ശ്വസനത്തിലോട്ട് ട്യൂബ് ഇറക്കിയാണ്. എന്താണ് ചെയ്യണേ? ട്യൂബ് ഇറക്കിയാണ്. ബീയിങ് വെന്റിലേറ്റർ while the patient is conscious can be very uncomfortable. എന്ന് വെച്ചാൽ വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ആ പേഷ്യന്റ് എന്തായിരിക്കും? കോൺഷ്യസ് ആയിരിക്കും. നല്ല ബോധമല്ലെങ്കിലും ഒരു ചെറിയ മയക്കത്തിലാവുള്ളൂ. പകുതി ബോധം അവർക്ക് ഉണ്ടാവും. അവരത്രയും ഇതിലാണ് വെന്റിലേറ്ററിൽ കിടക്കണേ. അൺകംഫർട്ടബിൾ ആയിരിക്കും, അസ്വസ്ഥത കാണിക്കും. എന്നുവെച്ചാൽ ഫുള്ള് ആയിട്ട് കോൺഷ്യസ് അല്ല, പകുതി ഒരു കോൺഷ്യസിലായിരിക്കും. അത് പേഷ്യന്റ് ഹാസ് ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. എന്തുകൊണ്ടാണ് അവർ അസ്വസ്ഥത കാണിക്കണേ?
വെറുതെ അസ്വസ്ഥത കാണിക്കോ? നമ്മൾക്ക് അത് ഓർക്കാം. ബ്രീത്തിങ് ട്യൂബ് എവിടേക്കാ പോണേ? ത്രോട്ടിലോട്ട് ട്യൂബ് ഇറക്കിയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് വെന്റിലേറ്ററിൽ നമ്മളെ കിടക്കുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ് പറഞ്ഞായിരുന്നു, ബ്രീത്തിങ് ട്യൂബും ഫിക്സഡ് മാസ്കും. അപ്പൊ ബ്രീത്തിങ് ട്യൂബ് എവിടേക്കാ ഇറക്കണത്? നമ്മുടെ ത്രോട്ടിലോട്ട്. പേഷ്യന്റ് ഹാസ് ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്, തൊണ്ടയിലോട്ട് ഇങ്ങനെ ഇറക്കും. ആ സമയത്ത് വൈൽ അറ്റാച്ച്ഡ് ടു ദ വെന്റിലേറ്റർ, ആ സമയത്ത് ഈ ട്യൂബ് ഇറക്കുമ്പോൾ ആ ട്യൂബ് എവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? വെന്റിലേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. They are unable to speak each move about. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റാത്തതും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതും മൂവ് അബൌട്ട് മറ്റവിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതും. മനസ്സിലായ? അപ്പൊ ഇത്ര ഉള്ളു കാര്യം. നമ്മൾ ഇവിടെ മുകളിൽ പറഞ്ഞു. വൺ ഓഫ് ദ ടു മെത്തേഡ്, നമ്മളെ ഓക്സിജൻ ഇതിലോട്ട് എത്തിക്കണ രണ്ട് മെത്തേഡ് പറഞ്ഞു. ഒന്ന് ബ്രീത്തിങ് ട്യൂബും മറ്റേത് ഫിക്സഡ് മാസ്കും. ഈ ബ്രീത്തിങ് ട്യൂബ് വഴി നമ്മൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ബ്രീത്തിങ് ട്യൂബ് എവിടെ നിൽക്കണേ? ബ്രീത്തിങ് ട്യൂബ് വെക്കണത് എങ്ങനെ? ഡൗൺ ടു ദ ത്രോട്ടിന്റെ അടി കൂടി ഇടുന്നത്. അപ്പൊ എന്ത് പറ്റും? ഒരു അസ്വസ്ഥത കാണിക്കും. നമുക്കിപ്പോ നമ്മുടെ ത്രോട്ടിൽ കൂടി നമുക്ക് ഒരു ചെറിയ ഒരു ഇൻഫെക്ഷൻ വന്നാൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുമച്ച് ഒരു ചുമ പുറത്തേക്ക് വരുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും, ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. അത് തന്നെ ട്യൂബ് ഇങ്ങനെ ഇറങ്ങി പോയിരിക്കുമ്പോ ആ പേഷ്യൻസിന് എന്തായിരിക്കും? ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് തിന്നാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് പേഷ്യന്റിന്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് സ്പീക്ക് ചെയ്യാനും തിന്നാനും മൂവ് ചെയ്യാനും പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. എന്തെഴുതാം? പേഷ്യന്റ് ഹാസ് ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. ഓക്കെ, അത്രയും മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടാ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? നോ, ജംഷീന അഷ്റഫിന് ഏത് ഭാഗമാണ് മനസ്സിലാവാത്തെ? എവിടെ നിന്ന് തുടങ്ങിയ? ജംഷീന മനസ്സിലായല്ലേ? ഓക്കെ, നോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇല്ലാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി. ഇത് നിങ്ങൾ വീട്ടിൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇനി നിങ്ങൾ ആ PDF എടുത്ത് ഡൗട്ട് ഒന്നുമില്ല നോക്കി നോക്കി നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ചുമ്മാ ഒന്ന് റീഡ് ചെയ്താൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താ വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് എങ്ങനെയായിരിക്കും കിടക്കണേ, പേഷ്യന്റിന് ആ ട്യൂബ് ഏത് വഴിയൊക്കെ ഇടാൻ പറ്റും എന്നുള്ള ജസ്റ്റ് ആ ബേസ് മാത്രമേ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് എ പേഷ്യന്റ് ഓൺ, നെക്സ്റ്റ് പേജ് എടുത്തോട്ടാ. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോ നെക്സ്റ്റ് എ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വയേഴ്സ് ടു ഗെറ്റ് മോണിറ്റേർഡ് ഫോർ ഹിസ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ കിടത്തി, ആ പേഷ്യന്റിന്റെ വെന്റിലേറ്ററിൽ ഇടുമ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കണം. ഇടയ്ക്കിടക്ക് പോയി ആ പേഷ്യന്റിനെ നമ്മളിപ്പോ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇട്ടെന്നും പറഞ്ഞ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയാ? അല്ല, നമ്മൾ ആ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കെയർ ചെയ്യണം. സാധാരണ ഒരു പേഷ്യന്റിന് എങ്ങനെയാണോ കെയർ ചെയ്യണത് അതിൽ 10 ഇരട്ടി കൂടുതൽ നമ്മൾ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ കെയർ ചെയ്യണം എന്നാ പറയണത്. അപ്പൊ നമ്മൾ വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ പറയണത്. ഒന്നാമത്തെ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ ഓർ സ്കാൻ. അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് may be required to determine the blood oxygen carbon dioxide level. എന്ന് വെച്ചാൽ എന്താണെന്ന് ഒന്നുകൂടിയും പറയാം. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇട്ട് കിടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ അടുത്ത് നിൽക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഇടവിട്ട് ആ പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് നോക്കണം. ഹൃദയമിടിപ്പ് എത്രയുണ്ട് എന്നുള്ളത് 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ നോക്കണം. പിന്നെന്ത് നോക്കണം? ബ്ലഡ് പ്രഷർ നോക്കണം, BP ചെക്ക് ചെയ്യണം. ഇനി BP കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? കൂടാനും പാടില്ല, ലോ ആവാനും പാടില്ല, നോർമൽ നിലയിൽ നിൽക്കണം. അപ്പൊ അത് ഇടയ്ക്കിടക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെന്താ? ശ്വാസത്തിന്റെ റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, അത് എത്രയാണെന്നുള്ളത് നമ്മൾ മിനിറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കണം. നെക്സ്റ്റ് എന്താ? ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവ് നോക്കണം. ഓക്സിജൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നമ്മൾ അറിയില്ല.
വെന്റിലേറ്ററിൽ കിടക്കണം അവര് പകുതി അവര് കോൺഷ്യസ് ആയിട്ട് കിടക്കണേ. അങ്ങനെ കിടക്കണ ആ പേഷ്യന്റിന് ഇടക്കിടക്ക് നമ്മൾ എന്ത് നോക്കണം? ഓക്സിജൻ ലെവൽ നോക്കണം. പിന്നെന്താ? ആൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ ഓർ സ്കാൻ. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നിയാണ് ഈ പേഷ്യന്റിന് ഇന്ന് ഒരു എക്സ്റേ എടുത്ത് നോക്കാം, നമുക്കൊരു സംശയം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പേഷ്യന്റിന് ഒരു എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ, എക്സ്റേ സ്കാൻ മാറി മാറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഇടക്കിടക്ക് എടുത്തേക്കണം, അതൊക്കെ നോക്കണം. പിന്നെന്താ? അഡീഷണലി ഇതൊന്നും കൂടാണ്ട് അഡീഷണൽ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എന്തിന്റെ ബ്ലഡാ? റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ബ്ലഡ്സ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ലെവൽ. ഓക്സിജനില് നമ്മൾ ഓക്സിജൻ നോക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ഓക്സിജനില് ബ്ലഡ് എടുത്തിട്ട് ഓക്സിജൻ ലെവലില് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കണം. അതും നമ്മൾ ഇടക്കിടക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ മനസ്സിലായ? ഒരു പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തിയാൽ പേഷ്യന്റ് വെന്റിലേറ്റർ റിക്വയർസ് ടു ഗെറ്റ് മോണിറ്ററൈഡ് ഫോർ ദി ഹിസ്. എന്നുവെച്ചാ ഒരു പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തിയാൽ ആ പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ ആൻഡ് സ്കാൻ, പിന്നെ അഡീഷണലി ബ്ലഡ് ടെസ്റ്റിന്റെ ഓക്സിജൻ ലെവലുള്ള കാർബൺ ഡയോക്സൈഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. ഞാനിത് ഇടക്കിടക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കണം. എന്താന്നാ, നിങ്ങൾ അവിടുന്ന് ഒരു റെസ്പോണ്ട് ചെയ്താലാ ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോ നിങ്ങൾ അവിടെ ഉണ്ട്. ഒന്നാമത് നിങ്ങൾ ആരെയും കാണുന്നില്ല, ഒക്കെ മ്യൂട്ട് ചെയ്തേക്കാണ്, ക്യാമറ ഓഫ് ആണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ അവിടെ ഇണ്ട് ഒരു റെസ്പോണ്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ചോദിക്കാനായിട്ടാ. നെക്സ്റ്റ് ഒന്നുകൂടെ പറയാം. എന്താ പറയണ്ടേ? റിക്വയർഡ് മോണിറ്റർ. നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണോ പറയണ്ടേ ജിൻഷ? പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടക്കണ അതിന്റെ അതാണോ പറയണ്ടേ? ഓക്കെ, ഒന്നുകൂടി പറയാം, ഒന്നുകൂടി നോക്കാം. പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വയർഡ് ടു ഗെറ്റ് മോണിറ്ററൈഡ് ഫോർ ഹിസ്. എന്ന് വെച്ചാൽ എന്താ? ഒരു പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തി, ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടത്തിയാണ്. അപ്പൊ നമ്മൾ ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ എന്ന് വെച്ചാൽ എന്താ? നിരീക്ഷിക്കുക. നമ്മൾ ആ പേഷ്യന്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്തൊക്കെ നമ്മൾ നിരീക്ഷിക്കണം? ഹാർട്ട് റേറ്റ് നോക്കണം, പിന്നെന്താ? ബ്ലഡ് പ്രഷർ നോക്കണം. ഇടക്കിടക്ക് നമ്മൾ BP ഇട്ടു തന്നിട്ട് ആ BP പാറ്റേൺസ് ഇട്ടു തന്നിട്ട് പ്രഷർ നോക്കാം. പിന്നെന്താ? റെസ്പിറേറ്ററി റേറ്റ് നോക്കാം, ഓക്സിജന്റെ അളവ് നോക്കാം. പിന്നെന്താ? എക്സ്റേ എടുക്കാം അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം. ഇപ്പൊ എക്സ്റേ എടുത്ത് നോക്കിയാലും ചിലപ്പോ കാണണമെന്നില്ല. അപ്പൊ നമുക്ക് സ്കാൻ ഡൗട്ട് തോന്നിയത് ഇനി എന്താ പൊസിഷനിൽ അറിഞ്ഞൂടാ. നമ്മള് ഒരു വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളുടെ കാത്ത് പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ ആക്കിയ ഒരു നേഴ്സ് അവിടെ മസ്റ്റായിട്ടും ആ പേഷ്യന്റിന്റെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കണം വരെയും ആ പേഷ്യന്റ് വെന്റിലേറ്ററിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ നേഴ്സാണ് പേഷ്യന്റിനെ നോക്കേണ്ടത്. എന്തൊക്കെ? ഹാർട്ട് റേറ്റ്, blood pressure, respiratory rate, oxygen saturation, also need regular chest X-ray or scan. Additionally, blood test may be required to determine the blood's oxygen carbon dioxide. ഓക്സിജനിലുള്ള കാർബൺ ഡയോക്സൈഡ് നോക്കണം. ഓക്കെ, ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ ഇത് മനസ്സിലായ ജംഷീനാക്ക്? മനസ്സിലായ? ഓക്കെ, ജിൻഷാണ്. ഓക്കെ, നെക്സ്റ്റ് ഇടാ. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ ഇതിൽ പഠിച്ചത് വെന്റിലേറ്റർ എന്താ, വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ് എന്തൊക്കെ പഠിച്ചു, വെന്റിലേറ്റർ എങ്ങനെ ഉപയോഗിക്കും, വെന്റിലേറ്റർ നമ്മൾ ഏത് വഴി നമുക്ക് വെന്റിലേറ്ററിൽ ട്യൂബ് എവിടെ വഴി ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയണത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എന്താ? എന്താണ് ബെനിഫിറ്റ്? ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രയോജനം. ബെനിഫിറ്റ് എന്താ? പ്രയോജനം. എന്താണ് പ്രയോജനം? ഈ വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതറിയാം നമുക്ക്. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നാമത്തെ പറയുന്നത്, the patient does not have to exert as much effort to breathe. എന്താ പറയണേ? പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ്, പേഷ്യന്റിന് എന്താ ഒരിക്കലും എക്സെർട്ട് എടുക്കണ്ട, എഫേർട്ട് എടുക്കണ്ട. എന്തിനാ എഫേർട്ട് എടുക്കണ്ട? ബ്രീത്ത് സ്വന്തമായിട്ട് ശ്വസിക്കാനായിട്ട്. വെന്റിലേറ്ററിൽ കിടക്കണ പേഷ്യന്റിന് ബ്രീത്ത് ശ്വസിക്കാനായിട്ട് എഫേർട്ട് എടുക്കണോ? വേണ്ട. അവർക്ക് തന്നെ
വെന്റിലേറ്റർ ശ്വാസം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അത് ശ്വസിക്കാനായിട്ട് എഫേർട്ട് എടുക്കണ്ട. അതാണ് പറയണേ പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. അവര് ബ്രീത്ത് എടുക്കാനായിട്ട് എഫേർട്ട് എടുക്കണ്ട. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ദ പേഷ്യൻസ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ. എന്താ പേഷ്യൻസിന്റെ ബ്രീത്തിങ് ഏതുപോലെ വരണം? നോർമൽ ആവണ വരെ നമുക്ക് എവിടെ കിടക്കാം? നമ്മുടെ വെന്റിലേറ്ററിൽ നമുക്ക് കിട്ടും. ഒരു പേഷ്യന്റിന്റെ അവസ്ഥ എന്തായാലും എത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയാലും എത്ര ബുദ്ധിമുട്ടായാലും അത് ബിക്കം നോർമൽ. നോർമൽ ആകുന്നത് വരെ നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. അതൊരു ഗുണമല്ലേ? അതൊരു പ്രയോജനമല്ലേ? ഓക്കെ. മൂന്നാമത്തെ, helps the patient receive as much oxygen as he or she requires. എന്താ? helps the patient. നമ്മൾ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ? റിസീവ്, കിട്ടാൻ. എന്ത് കിട്ടാൻ? ആസ് മച്ച് ഓക്സിജൻ. എന്താ? ഹി ഓർ ഷീ, അവളാണോ അവനാണോ എന്നറിയില്ല, ആർക്കായാലും വെന്റിലേറ്ററിൽ കിടക്കണം. എന്തെങ്കിലും ആയിക്കോട്ടെ, പെണ്ണായാലും ആണായാലും വെന്റിലേറ്റർ ഉള്ളവർക്ക് എന്ത് കിട്ടും? പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യും. എന്ത് കിട്ടാനാ? കൂടുതൽ ഓക്സിജൻ, മച്ച് ഓക്സിജൻ. എന്താ? ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിസീവ് ചെയ്യാനായിട്ട് ആ പേഷ്യന്റിനെ സഹായിക്കുന്നത് ആരാ? വെന്റിലേറ്റർ. നാലാമത്തെ പോയിന്റ് എന്താ? മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർ വേന്റ്. എന്താ? സ്ഥിരമായ വായുമാർഗം നിലനിർത്തുക. സ്റ്റേബിൾ എന്താ? സ്റ്റേബിൾ ആയിട്ട്, സ്ഥിരമായിട്ട്. ഇന്ന് ഒരു ദിവസത്തിനാണോ? അല്ല, ആ പേഷ്യന്റ് റിക്കവർ ആവണം വരെ നമുക്ക് ആ വെന്റിലേറ്ററിൽ നിന്ന് എന്ത് കിട്ടും? വായുമാർഗം നിലനിർത്താം. മെയിൻറ്റെയിൻ നിലനിർത്താം. എന്ത്? സ്റ്റേബിൾ എയർ വേ. എന്താണ്? സ്റ്റേബിൾ എയർ വേ. നെക്സ്റ്റ് എന്താ? permits medications to work and body to make better. എന്താ? permits medications to work and body to make better. എന്താ അങ്ങനെ പറഞ്ഞ? മരുന്നുകൾ പ്രവർത്തിക്കാനും ശരീരം മെച്ചപ്പെടുത്താനും അനുവദിക്കണം. അനുവദിക്കണം. പെർമിറ്റ് വേണം. ആരെ പെർമിറ്റാ? ടു വർക്ക് ദ ബോഡി ദ ബെറ്റർ ആവാൻ. എന്താണ് വേണ്ടത്? മെഡിക്കേഷൻ ടു വർക്ക്. മെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ ശരീരത്തിലേക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസ് കാലുമ കൂടി ട്യൂബ് കൂടി ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ മരുന്നുകൾക്കൊക്കെ എന്ത് വേണം? പ്രവർത്തിക്കണം. ആ മരുന്നൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം മെച്ചപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? പെർമിറ്റ് കൊടുക്കണം. നമ്മൾ ആ വെന്റിലേറ്ററിൽ ഒരു ദിവസം 2 ദിവസത്തിനല്ല, നമ്മള് ഒരാഴ്ച അത് നല്ല ആരോഗ്യത്തോടുകൂടി റിലീഫ് ആവണ വരെ ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് ചെയ്യണം. ആ 5 പോയിന്റ് ആണ് പറയണേ. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ പറയണേ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഒന്നുകൂടി. എന്താ? ഒന്നാമത്തെ ആണ് പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന് സ്വന്തമായിട്ട് എഫേർട്ട് ഇല്ലാണ്ട് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാം. പേഷ്യന്റ് ബ്രീത്തിങ് ലൈക്ലി ടു ബിക്കം നോർമൽ. പേഷ്യന്റിന്റെ നോർമൽ സ്റ്റേജ് ആവണ വരെ പേഷ്യന്റിന് വെന്റിലേറ്ററിൽ കിടക്കാം. ഹെൽപ്സ് ദ പേഷ്യന്റ് റിസീവ് മച്ച് ഓക്സിജൻ. ആ പേഷ്യന്റിന് അവളാണോ അവർക്ക് ആവശ്യമുള്ള അത്രയും ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? വെന്റിലേറ്ററിൽ നിന്ന് കിട്ടും. മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർ വേ ആൻഡ് സ്റ്റേബിൾ എന്ന് വെച്ചാൽ എന്താ? സ്ഥിരമായ വായുമാർഗം ലഭിക്കും. 5ാമത്തെ പോയിന്റ് ആണ് പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക് ആൻഡ് ബോഡി ടു മേക്ക് ബെറ്റർ. എന്താ? മരുന്നുകൾ പ്രവർത്തിക്കാൻ. മെഡിക്കേഷൻസ് ടു വർക്ക്, മെഡിക്കേഷൻ വർക്ക് ചെയ്യാനും ബോഡി ടു മേക്ക് ബെറ്റർ, നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താനും നമുക്ക് എവിടെ നിന്ന് പറ്റും? വെന്റിലേറ്ററിൽ നിന്ന് പറ്റും. അപ്പൊ ഈ 5 പോയിന്റ് കറക്റ്റ് എല്ലാവരും ഓർത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചോദിക്കൂ. ഇങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഇതിലെ ബെനിഫിറ്റ്സ് ഏതാണെന്ന്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരും, ബാക്കി വേറെ തെറ്റാക്കി തന്നിട്ട് ബെനിഫിറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ബൈഹാർട്ട് ഒന്നും പഠിക്കരുത്, മനസ്സിലാക്കാം എന്താന്നുള്ളത്. ഒന്നെന്താ? പേഷ്യന്റിന് എഫേർട്ട് എടുക്കാണ്ട് ശ്വാസം വിടാൻ പറ്റും. പിന്നെന്താ? നോർമൽ ആവണ വരെ ഇരിക്കാം. പിന്നെന്താ? ഓക്സിജൻ എന്തോരം ആവശ്യമുണ്ടോ അവൾക്കായാലും അവനക്കായാലും ഓക്സിജൻ എന്തോരം ആവശ്യമുണ്ടോ മറ്റ് ഓക്സിജൻ ആൾക്കാർ അവർക്ക് കിട്ടും. പിന്നെന്താ? സ്റ്റേബിൾ എയർ വേ. എന്താ? സ്ഥിരമായ വായുമാർഗം. 5ാമത്തെ എന്താ?
അനുവദിക്കണം. എന്തനുവദിക്കണം? മെഡിക്കേഷൻ ടു വർക്ക്, മരുന്നുകൾ പ്രവർത്തിക്കാനും ബോഡി മേക്ക് ടു ബെറ്റർ, ബോഡി ശരീരം മെച്ചപ്പെടുത്താനും അനുവദിക്കേണ്ടത് എവിടെയാണ്? വെന്റിലേറ്റർ. അപ്പൊ ഈ 5 പോയിന്റ് കറക്റ്റ് മനസ്സിലായ? ഓക്കെ. നെക്സ്റ്റ്, ഇനി നമ്മൾ ബെനിഫിറ്റ് ആണ് ഇപ്പൊ പഠിച്ചത്. സമയമുണ്ടോ നോക്കട്ടെ കേട്ടാ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ. അപ്പൊ റിസ്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. റിസ്ക് ഓഫ് വെന്റിലേറ്റർ എന്ന് പറയുന്നത് അപകടങ്ങൾ. വെന്റിലേറ്ററിൽ നമ്മളിപ്പോ ഗുണത്തെ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന് മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട്. മെറിറ്റ് മാത്രമേ നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ മെറിറ്റ് എല്ലാവരും ഇത് ഓർത്തിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഡിമെറിറ്റ് എന്നുള്ളത് നമുക്ക് അതിന്റെ ദോഷങ്ങളുണ്ട്. അത് വെറുതെ വായിച്ച് ഇപ്പൊ പറയാൻ നേരമില്ല, കാരണം സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് നല്ലോണം മനസ്സിലാക്കണം. ഇത് 1.5 പേജ് ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ഞാൻ നിങ്ങൾക്ക് കുറച്ച് മ്യൂട്ട് ഓൺ ആക്കിയിടാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായ? ഫസ്റ്റ് തുടങ്ങി എല്ലാവർക്കും മനസ്സിലായ? എടുത്തതൊക്കെ മ്യൂട്ടായില്ലേ? ആരൊന്നും പറയണില്ലല്ലോ. യെസ് അല്ല ഞാൻ? ആ ഓക്കെ ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടാ? ഇല്ല മാം. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി ഇരുന്ന് ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ എന്താണ് വെന്റിലേറ്റർ, വെന്റിലേറ്ററിന്റെ ആവശ്യം, ആർക്കൊക്കെയാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്, പിന്നെന്താ സർജറി സമയത്ത് വെന്റിലേറ്റർ ഉപയോഗിക്കും, പിന്നെ വെന്റിലേറ്ററിന്റെ വർക്ക് എന്താണ്, പിന്നെ ഏത് എയർവേ വഴിയാണ് വെന്റിലേറ്റർ കൊടുക്കണത്, പിന്നെന്താ നമ്മൾ പഠിച്ചേ അതിന്റെ ബെനിഫിറ്റ്. പിന്നെ നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ മോണിറ്റർ ചെയ്ത് എന്തൊക്കെ നിരീക്ഷിക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ജസ്റ്റ് നമ്മൾ ആദ്യം വന്നുകൊണ്ട് ഒപിയിൽ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പേഷ്യന്റിന്റെ പ്രഷർ നോക്കും, ഹാർട്ട് റേറ്റ് നോക്കും, എല്ലാം നോക്കും. അത് തന്നെ വെന്റിലേറ്ററിൽ കുറച്ച് കൂടുതലായിട്ട് ഇടക്കിടക്ക് നോക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. Yes, ma'am. Thank you. Okay, Thank thank you. Thank you, ma'am. ma'am. Thank you. Thank you, ma'am. Okay, thank you.